ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നീത. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പ്രഗ്നൻസി ടൈമിലും അത് കഴിഞ്ഞും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സുകളെ കുറിച്ചാണ്. പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് വേണ്ടത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. പ്രഗ്നൻസിയുടെ 3-ാമത്തെയും 4-ാമത്തെയും മാസം മുതൽ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സുകളൊന്നും പാകമാകാത്ത അവസ്ഥ വരും. കാരണം വയറ് വികസിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വേറെ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ കയ്യിലുള്ള ജീൻസും ടോപ്സും അല്ലെങ്കിൽ ലെഗിങ്സും കുർത്തിയൊക്കെ മാറ്റി വെച്ചിട്ട് വേറെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയത്ത് ഈ പ്രഗ്നൻസി പീരീഡിന് വേണ്ടി മാത്രം ഒരുപാട് രൂപ മുടക്കി ഡ്രസ്സ് വാങ്ങിക്കാതെ ഡെലിവറി കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിൽ ഫീഡിങ് ഓപ്ഷൻ കൂടിയുള്ള ഡ്രസ്സുകളാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ അടുത്തുള്ള കടകളിൽ പോയിട്ട് നോക്കിയപ്പോൾ, ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്, എനിക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നിയത്. കാരണം ഈ പ്രഗ്നൻറ്റ് ലേഡീസിനായിട്ടുള്ള ഡ്രസ്സുകളുടെ അതിലൊരു ഓരോ മിക്കതിലും പിക്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മുയലിൻ്റെ ചെവി, പിന്നെ പൂച്ചയുടെ മീശ, അങ്ങനെയൊക്കെ ഒരുമാതിരി കോമഡി, ടോം ആൻഡ് ജെറിയുടെ പടം, ഇതൊക്കെയാണ് അതിൽ പ്രിൻ്റ് വന്നേക്കുന്നത്. അങ്ങനത്തെ പ്രിൻ്റ് ഇല്ലാത്തതൊന്നും ഞാൻ കണ്ടു. ഞാൻ 2 കടകളിൽ പോയി നോക്കി, അതോടെ ഞാൻ നിർത്തി. അപ്പോൾ ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ചു. അത് മെറ്റേണിറ്റി പീരീഡിൽ ഉപയോഗിക്കാൻ പറ്റും, അത് കഴിഞ്ഞാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാണ്. അങ്ങനത്തെ 6 ഡ്രസ്സുകൾ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ മെറ്റേണിറ്റി വെയർ കളക്ഷനിൽ ആദ്യം കാണിക്കുന്നത് മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു മാക്സി ഡ്രസ്സാണ്. ഇത് ഗ്രേയും റെഡും കൂടിയിട്ടുള്ള പ്രിൻ്റ് വരുന്നൊരു ഡ്രസ്സാണ്. ഹിയർ ആൻഡ് നൗ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഈ ഡ്രസ്സ്. ഇതിൽ സ്ലീവ്ലെസ് ആണ്, ഷോൾഡർ സ്ട്രാപ്സ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഷ്രഗുമായിട്ട് പെയർ ചെയ്തിട്ടേക്കുന്നത്. എനിക്കങ്ങനെ സ്ലീവ്ലെസ് ഇട്ടാൻ അത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഇതിന് ബാക്കിൽ സിപ്പ് ക്ലോസിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ്ങും ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഒട്ടും ചൂടെടുക്കില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത്. ഇതിന് ഞാൻ വാങ്ങിച്ച പ്രൈസ് 408 രൂപയാണ്. GSTയും ടാക്സും എല്ലാം അടക്കം 408 രൂപയ്ക്കാണ് ഈ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് മെറ്റേണിറ്റി ഡ്രസ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതല്ല എങ്കിൽ പോലും ഈ ഒരു സമയത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ്. ഈ മെറ്റേണിറ്റി ഡ്രസ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് ഞാൻ എന്തായാലും സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് മിന്ത്രയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ള ഒരു മെറൂൺ കളറിലെ ഷ്രഗാണ്. ട്രെൻഡ് അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണിത്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് ലാർജ് സൈസിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വിസ്കോസാണ്. പിന്നെ ലോങ് സ്ലീവ്സും ഇതിന് വരുന്നുണ്ട്. അങ്ങനെ ചൂടെടുക്കുന്നൊരു മെറ്റീരിയൽ അല്ല, ഇടാൻ നല്ല കംഫർട്ടബിളാണ്, സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 471 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി സെക്കൻഡ് പർച്ചേസ് ഒരു ബ്ലാക്കും വൈറ്റും കൂടി സ്ട്രൈപ്സ് ആയിട്ടുള്ള ഷീത്ത് ഡ്രസ്സാണ്. ഇത് മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. സിമാലേറ്റോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഡ്രസ്സ്. ഞാൻ വാങ്ങിയിട്ടുള്ള സൈസ് ലാർജാണ്. ഇതിന് 3/4 സ്ലീവ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിന് നീ ലെങ്ത് ആണ്. അതുപോലെ തന്നെ ഒട്ടും സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും, ഒട്ടും സീ ത്രൂ അല്ല, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇത് ഞാൻ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് മുതൽ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് 36-ാമത്തെ ആഴ്ചയാണ്. ഇപ്പോൾ പോലും നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല വലിയുന്ന മെറ്റീരിയലാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 634 രൂപയ്ക്കാണ്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു മെറ്റേണിറ്റി ജീൻസാണ്. ഇതും ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇതാണ് ജീൻസ്. അപ്പോൾ ഇവിടെ അരഭാഗത്തിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലൊരു കവറിങ് ഉണ്ട്. ഇത് സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്. നമ്മുടെ വയറിന് ഒട്ടും ഇങ്ങനെ ഒരു മുറുക്കം ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിക് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നു അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല. ശരിക്കും നമ്മൾ കയ്യിൽ ഇങ്ങനെ
വയറ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു 7-8 മാസമൊക്കെ ആകുമ്പോൾ വയറൊന്ന് ചെറുതായിട്ട് തൂങ്ങുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു മെറ്റേണിറ്റി ജീൻസാണിത്. എൻ്റെ സൈസ് മീഡിയം ആയിരുന്നു, എന്നാൽ പോലും ഞാൻ XL ആണ് വാങ്ങിച്ചത്, 2 സൈസ് കൂടുതൽ. കാരണം പ്രഗ്നൻസിയുടെ അവസാനത്തെ സമയത്ത് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് ഒട്ടും മുറുക്കം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 2 സൈസ് കൂടുതൽ വാങ്ങിച്ചത്. ഈ മെറ്റേണിറ്റി ജീൻസ് നമുക്ക് പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞാലും ഉപയോഗിക്കും. കാരണം ആ ഒരു സമയത്ത് ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ വയറിൻ്റെ ഭാഗമൊക്കെ കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ മസിൽസൊക്കെ ഒന്ന് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ മെറ്റേണിറ്റി ജീൻസ് ഇടുവാണെങ്കിൽ അപ്പോഴും നല്ലതാണ്. ഞാൻ ഈ ജീൻസ് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് 1200 രൂപയിൽ താഴെയായിരുന്നു. ഇപ്പോൾ എത്രയാണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല, കാരണം ഞാനിതിപ്പോൾ ഒരു 5 മന്ത്സായി യൂസ് ചെയ്യുന്നു. ഇതിപ്പോൾ ഒരുപാട് തവണ ഞാൻ മെഷീനിൽ വാഷ് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് വാഷ് ചെയ്യാറില്ല, മെഷീൻ വാഷ് തന്നെ ചെയ്യുന്നത്. എന്നിട്ടും ഇതിനൊരു കുഴപ്പമില്ല, ഇതിൻ്റെ കളറൊന്നും ഒട്ടും ഫെയ്ഡ് ആയിട്ടില്ല, ഈ സെയിം കളർ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണിത്. അടുത്തതൊരു ബർഗണ്ടി കളർ മെറ്റേണിറ്റി ഡ്രസ്സാണ്. ഇത് Ajio.com നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് മെറ്റേണിറ്റി കാറ്റഗറിയിൽ വരുന്നൊരു ഡ്രസ്സാണ്. സ്ലീവ്ലെസ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു ഷ്രഗുമായിട്ടാണ് ഇത് പെയർ ചെയ്തിട്ടുള്ളത്. കൗൾ നെക്കാണ് ഇതിന് വരുന്നത്. ഇത് മെഷീൻ വാഷ് ചെയ്യാം, ഞാൻ 3-4 തവണ മെഷീനിൽ ഇളക്കിയിട്ടുണ്ട്, അതിന് ക്ലോത്തിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ 2 സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നല്ല കംഫർട്ടബിളാണ്. ഇത് മെറ്റേണിറ്റി കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലോത്തിന് നല്ല ക്വാളിറ്റി ഉണ്ട്, ഒട്ടും ഡിസ്കംഫർട്ട് ഇല്ലാത്ത ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. നമുക്കിത് ഇട്ടാൽ പിന്നെ ഇത് ഊരണം എന്ന് തോന്നില്ല, അതുപോലെ നല്ല ക്ലോത്താണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് മീഡിയമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 560 രൂപയാണ്. അപ്പോൾ ഇട്ടിട്ടുള്ളത് നെറ്റിൻ്റെ ഷ്രഗാണ്, സ്വീകാഷ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൻ്റെയാണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് ലാർജാണ്. ഇതിന് പ്രൈസ് വന്നത് 429 രൂപയാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തത് നേവി ബ്ലൂ കളറിലെ മാക്സി ഡ്രസ്സാണ്. ഇത് മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൽ നേവി ബ്ലൂവിൽ ലീവ്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയൊക്കെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് സ്ലീവ്ലെസ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഷ്രഗുമായിട്ട് പെയർ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഉണ്ട്, ചെസ്റ്റ് ഭാഗം വരെ ബട്ടൺ ക്ലോസിങ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടാണെങ്കിലും ഫീഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ ഡ്രസ്സിലുണ്ട്. അതുപോലെ തന്നെ ഒരു കാഷ്വൽ വെയർ ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഓരോ പോക്കറ്റ് വീതം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വേസ്റ്റ് ലൈനിലായിട്ടൊരു ഫാബ്രിക് ബെൽറ്റ് കൂടി വരുന്നുണ്ട്. ഈ മെറ്റീരിയൽ പോളിസ്റ്റർ ആണെങ്കിൽ പോലും ഒരുപാട് ചൂടെടുക്കുന്ന മെറ്റീരിയൽ അല്ല. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ ലൈനിങ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൈസ് 579 രൂപയാണ്. ഈ മാക്സി ഡ്രസ്സിൻ്റെ ഒപ്പം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഷ്രഗ് മിന്ത്രയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ഈ ഗ്രേ കളർ ഷ്രഗിന് 3/4 സ്ലീവ്സ് ആണുള്ളത്. പിന്നെ ഇത് മെഷീൻ വാഷൊക്കെ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടണും വിസ്കോസും കൂടി ബ്ലെൻഡാണ്, പക്ഷേ ചൂടെടുക്കുന്ന മെറ്റീരിയലൊന്നും അല്ല, നമുക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, സോഫ്റ്റ് ക്ലോത്താണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 477 രൂപയാണ്. ഒരു കാര്യം വീഡിയോൻ്റെ ആദ്യം പറയാൻ മറന്നുപോയി, ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ ഒരു ലുക്ക് ബുക്ക് പോലെ ക്രിയേറ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന്, നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങളുടെ കമൻറ്റ്സ് വഴി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം, മോശമാണെങ്കിൽ എന്താണ് എൻ്റെ പോരായ്മ എന്നോട്ട് പറഞ്ഞാൽ അപ്പോൾ നെക്സ്റ്റ് ടൈം എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. അടുത്ത ഡ്രസ്സും മിന്ത്രയിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൽ വൈറ്റിൽ ബ്ലാക്കും ഗ്രേയും കളർ പ്രിൻറ്റ് വരുന്ന ഡ്രസ്സാണ്. ഇത് ഹിയർ ആൻഡ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഫുൾ ലെങ്ത്താണ്, ബാക്കിൽ സിപ്പ് ക്ലോസിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്, അപ്പോൾ അതുകൊണ്ട് ഒട്ടും നിഴലടിക്കില്ല. അപ്പോൾ നമുക്ക് വൈറ്റ് ആയതുകൊണ്ട് എന്തായാലും ഒരു ഡൗട്ട് ഉണ്ടാവും, നിഴലടിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. അങ്ങനെയൊന്നുമില്ല, നല്ല കട്ടിയുള്ള തുണി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കോട്ടൺ തുണി ആയതുകൊണ്ട് തന്നെ അതിനും അത്യാവശ്യം കട്ടിയുണ്ട്.
നല്ല കംഫർട്ടബിളാണ്, ചൂട് കാലത്തൊക്കെ ഇടാൻ നല്ല ഡ്രസ്സാണ്. വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ലാർജ് സൈസിലുള്ളതാണ്. ലാർജ് സൈസാണെങ്കിൽ കറക്റ്റ് ഫിറ്റ്. ഞാൻ ചിലതൊക്കെ XL വാങ്ങിച്ചു, അത് പക്ഷേ പിന്നെ ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ ലാർജാണ് കറക്റ്റ് ഫിറ്റ് ഈ പ്രഗ്നൻസി പീരീഡിൽ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 435 രൂപയാണ്. സ്ലീവ്ലെസ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ബ്ലാക്ക് ഷ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളതല്ല, പണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. മിന്ത്രയും ആമസോണും ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ Ajio.com ഇതുപോലെയുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇതെങ്ങനെയാണ് നമുക്ക് പാകമല്ലാത്ത ഡ്രസ്സാണ്, അല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങിച്ചു അതിൻ്റെ അളവ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് എനിക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കുറച്ച് നാളായിട്ട് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചാലൊക്കെ ചിലതൊന്നും അളവ് കറക്റ്റ് അല്ല. ഇപ്പോൾ ചെരുപ്പ് വാങ്ങിച്ചാലും അളവൊന്നും ശരിയാവില്ല. അപ്പോൾ നമ്മൾ റിട്ടേൺ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ സെയിം ഡേ തന്നെ അവർ റിട്ടേൺ പിക്ക് ചെയ്യും. എന്നിട്ട് പൈസ നമുക്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് തരും. അങ്ങനെ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ മിന്ത്രയിൽ നിന്നൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ തന്നെ അവർ റിട്ടേൺ പിക്ക് ചെയ്യും. അത് ക്രെഡിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ റീഫണ്ട് ചെയ്യും. അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓൺലൈൻ വാങ്ങിക്കുന്നവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ കൊളാബ് വീഡിയോസോ സ്പോൺസേർഡോ PR ഒന്നുമല്ല. ഇതെൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പൈസ മുടക്കി വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.